ഇപ്പോൾ കുറച്ചായിട്ട് എന്താണെന്നറിയില്ല, യൂട്യൂബിലേക്ക് വേണ്ടി വീഡിയോ എടുക്കാനും ഇടാനൊക്കെ ഇപ്പോൾ കുറച്ചൊരു മടിയായി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാനൊരു തവണ പറഞ്ഞ പോലെ വിചാരിക്കുന്ന പോലെ ഒരു ഗ്രോത്ത് ഒന്നും കാണാതെ ആകുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുമല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും തോറ്റ് പിന്മാറണ്ടെന്ന് കരുതി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫുൾ വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതി. പക്ഷേ രാവിലത്തെ സംഭവങ്ങളൊക്കെ എടുക്കാൻ മറന്നുപോയി. എടുത്തു വന്നപ്പോൾ ഉച്ചയ്ക്കൊരു ലഞ്ച് പ്രിപ്പറേഷൻ മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ അവിടെ കിടന്നു. ഇതാ ഞാൻ പറഞ്ഞ് നല്ല മടിയുണ്ടെന്ന്. അപ്പോൾ ഒരു ഡേ മുഴുവൻ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഉച്ച വരെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കിച്ചണിൽ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ പെട്ടെന്ന് വേഗം പണികളൊക്കെ തീർത്ത് ബാക്കി നമ്മൾ സമയത്തിന് വേണ്ടി എടുക്കുക. അല്ലാതെ എല്ലാവരും ഈ പറയുന്ന പോലെ നമ്മൾ ഈ 24 hours അടുക്കള, വീട്, പണി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നാൽ അതിലൊരു രസമില്ലല്ലോ. പക്ഷേ ചില ദിവസം നേരത്തെ പണിയൊക്കെ കഴിഞ്ഞിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും നല്ല മടുപ്പ് തോന്നും. അപ്പോൾ നമുക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സമയം നമ്മൾ കണ്ടെത്തുക, കുറച്ച് നേരം വേറെ എന്തെങ്കിലും പരിപാടി, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഇപ്പം ഒരുവിധം എല്ലാവരുടെയും ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ മക്കൾ ആയിക്കഴിഞ്ഞാൽ മക്കളെ നോക്കുക, അവരെ നമ്മുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ അവരെ പിന്നാലെ നടക്കുക, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അവരൊക്കെ അങ്ങ് വലുതാവുമ്പോൾ ഇപ്പോൾ അവർക്ക് എല്ലാത്തിനും നമ്മൾ വേണം, എല്ലാ കാര്യത്തിനും അമ്മ വേണം. പക്ഷേ എൻ്റെ മക്കൾക്കിപ്പോൾ 9 വയസ്സായി. ഇപ്പം തന്നെ ചില കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ അവരെ ഇഷ്ടം, മേക്കപ്പ്, ആദ്യമൊക്കെ നമ്മൾ പൊട്ട് വെച്ച് കൊടുക്കുന്നു, മുടിയടി, ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പം ഞാൻ വേണ്ട, അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ. ഇപ്പോൾ എൻ്റെ ഓരോ സ്റ്റൈലൊക്കെ ഞാൻ പറയുമ്പോൾ അതൊക്കെ 90s കിഡ്സിൻ്റെ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. അപ്പോൾ ഇനി ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വേണ്ടാതെയാവും. അപ്പം നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കും, അയ്യോ അങ്ങനെ നമ്മളതൊക്കെ ഒഴിവാക്കി മക്കളുടെ പിന്നാലെ നടന്നിപ്പം നമ്മളിങ്ങനെ ആയല്ലോ എന്നൊരു തോട്ടൊന്നും വരാതിരിക്കണമെങ്കിൽ നമ്മൾ നമുക്കായിട്ട് കുറച്ച് സമയമൊക്കെ കണ്ടെത്തി നമ്മുടെ ഇഷ്ടങ്ങളും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റാതെ പോയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ പറ്റാതെ ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ല, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം, ഓരോന്നോരോന്നായിട്ടൊക്കെ ഒന്ന് ചെയ്യണം എന്നൊക്കെ ഓരോ പ്ലാനിങ് ഒക്കെ ഉണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെ. മക്കളൊന്നും കൂടെ അപ്പോഴും ഞാൻ കൺസിഡർ ചെയ്യുന്നത് മക്കളുടെ കാര്യമാണ്. അപ്പോൾ അവരൊന്നൊരു സെറ്റായിട്ട് അതൊക്കെ തുടങ്ങാമെന്നൊക്കെ കരുതിയാണ് ഇപ്പം ഞാനും ഇരിക്കുന്നത്. അപ്പോൾ കഴിയുന്നതും നമ്മൾ അങ്ങനെ ഇരിക്കരുത്, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെയും കൂടെ നമ്മളൊന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ടെന്നല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ കാര്യങ്ങളും കൂടെ നോക്കി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ്സും കാര്യങ്ങളൊന്നും വരില്ല. അയ്യോ അവരെ നോക്കി ഞാൻ എൻ്റെ കാര്യം മറന്നു എന്നുള്ളൊരു വിഷമം നമുക്ക് വരില്ല. നമ്മളിപ്പോൾ അത് മക്കളുടെ കാര്യത്തിൽ നിന്നല്ല, ഇപ്പം എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ തന്നെ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്ന പപ്പായ ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പായ തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതായിരുന്നു കറി, പെട്ടെന്ന് പണി കഴിയുമല്ലോ. പിന്നെ കുറച്ച് കുഞ്ഞമത്തി ഉണ്ടായിരുന്നു, അത് പൊരിക്കാനായിട്ട് ഓൾറെഡി അരവ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ആയപ്പോൾ ചോറിൻ്റെ പണി കഴിഞ്ഞു. ഞാനിപ്പോൾ കുറച്ച് ഡയറ്റിലൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ചില ദിവസമൊക്കെ ചോറ് കഴിക്കാനുള്ള ക്രേവിംഗ് ഒക്കെ വരും. ഇപ്പോൾ ഇന്ന് ഇത് ഫുഡ് വെച്ച സമയത്ത് ഈ പപ്പായക്കറിയും മത്തി പൊരിച്ചതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മക്കൾക്ക് 2 പേർക്കും ഞാൻ വാരി കൊടുക്കാറാണ് പതിവ്. അധികം ലഞ്ച് ഒറ്റയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറേ സമയം എടുക്കും. അപ്പം ഞാൻ ഈ വാരി കൊടുക്കുന്ന സമയത്ത് അറിയാതെ ഒരു ഉരുളയൊക്കെ എൻ്റെ വായിലേക്കും പോവും. അങ്ങനെ ഒരു 2-3 ഉരുള ഇന്ന് എൻ്റെ വായിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ എത്ര ഡയറ്റാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ചില ഫുഡ് നമുക്ക് ഇഷ്ടമുള്ളത് കാണുമ്പോൾ നമ്മളങ്ങോട്ട് കഴിച്ചു പോകും. അപ്പം നമ്മൾ വല്ലാതെ മസിലൊടിക്കാതെ കഴിയുന്നത് നമ്മൾ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഡയറ്റ് കാരണം എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമവും മാറിക്കിട്ടും. അന്നത്തെ ദിവസം കുറച്ചധികം അങ്ങോട്ട് വർക്കൗട്ട് ചെയ്താൽ മതി. ഞാനങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്തു പോയെന്നത്. ചില ദിവസമൊക്കെ എനിക്ക് ഈ അടുത്ത് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോഴും ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ കഴിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും മീൻകറിയൊക്കെ ആയപ്പോഴേക്കും കപ്പയും മീൻകറിയും അറിയാതെ നമ്മൾ കഴിച്ചു പോവും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പം ഞാൻ അവർക്ക് ഒറ്റയ്ക്ക് കൊടുക്കാറാണ് അധിക ദിവസമൊക്കെ. കാരണം ഞാൻ അവർക്ക് വാരി കൊടുത്താൽ ഞാൻ കൂടെ കഴിച്ചു പോകും. അങ്ങനെ പെട്ടെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വേറെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ. പിന്നെ കിച്ചണൊക്കെ ക്ലീനാക്കി. ഞാൻ പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ അധികം കഴിച്ചത് അന്നത്തെ ദിവസം വാട്ടർ മെലൺ ആയിരുന്നു, നമ്മുടെ വത്തക്ക. ചില ദിവസം നമ്മൾ ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ഡയറ്റ് എടുക്കുന്ന ദിവസം നല്ല രസമാണ്, നമുക്ക് ഭയങ്കരമായിട്ട്
ഒരു ഹെവിനെസ് ഉണ്ടാവില്ല, നമുക്ക് നല്ലൊരു സുഖം ഉണ്ടാകും. പക്ഷേ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ഡള്ളായി പോകും. അപ്പം നന്നായിട്ട് കുറച്ചുകൂടെ വെള്ളം അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഒക്കെ കഴിക്കുക. പിന്നെ ഞാൻ എപ്പോഴും ഹാപ്പി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ക്ലീനിങ്. പക്ഷേ അത് ചില സമയം മടിയാണ് കേട്ടോ. പക്ഷേ ചില സമയം ഫുൾ എനർജിയിൽ നിൽക്കുമ്പോൾ അറിയാതെ അങ്ങ് ചെയ്തു. പക്ഷേ അധിക തവണയും എനിക്ക് പറ്റുന്നൊരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും വല്ലാതെ ടയേർഡായിരിക്കുന്ന സമയം അല്ലെങ്കിൽ നമുക്ക് പീരീഡ്സ് ആവുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് ഡേ ഒക്കെ എനിക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അപ്പോൾ എനിക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മൊത്തം ടയേർഡായിട്ട് ആകെ ഒരു ഒടിഞ്ഞൊരു പരുവത്തിലൊരു കിടത്തുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓൾറെഡി ടയേർഡായിരുന്നു, റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താലോ എന്ന് വിചാരിച്ചു. റൂം മൊത്തം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പൊടിയൊക്കെ തട്ടാനുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡായാലും മക്കളായാലും എല്ലാവരും ഏറെക്കുറെ അലർജിക്കാണ്. അപ്പോൾ ഞാൻ ആ പൊടിയൊക്കെ തട്ടി റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി അതിങ്ങനെ നോക്കുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ്. പക്ഷേ ഈ തുണി അലക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.